പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരാം. ഓരോ ദിവസവും കർത്താവ് നമ്മോട് കാണിക്കുന്ന ആ വലിയ കരുണയെക്കുറിച്ച് നമുക്ക് അനുസ്മരിക്കാം. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാകാം. നമ്മളെല്ലാവരും തന്നെ ബലഹീനരാണ്, ഒത്തിരിയേറെ പോരായ്മകളിലൂടെ കടന്നു പോകുന്നവരാണ്. എങ്കിലും കർത്താവിൻ്റെ അനന്തമായ സ്നേഹം എന്നും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ചേർത്ത് പിടിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ട് മകനെ മകളെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന വാഗ്ദാനം കർത്താവ് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ കൃപയുടെ സമയം നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവഹിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരൻ്റെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തു കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സറിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ചു കെട്ടി തന്റെ കഴുതിയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദിനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരൻ്റെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. സ്നേഹമുള്ളവരെ, നമുക്കേറെ പരിചിതമായ ഒരു വചനഭാഗം, നല്ല സമരിയാക്കാരൻ്റെ ഉപമയെക്കുറിച്ച് വളരെ ചെറുപ്പം മുതലേ തന്നെ നമ്മൾ ഒത്തിരിയേറെ കേൾക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു കഥ പോലെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനഭാഗം കൂടിയാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. കുഞ്ഞുമക്കളുടെ മുമ്പിൽ ഈ ഒരു ഉപമ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് നല്ലൊരു ഗുണപാഠം പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ്. ആ ഗുണപാഠം എന്ന് പറയുന്നത് ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഒരു വ്യക്തിക്ക് സഹായം ആവശ്യമാണെങ്കിൽ നമ്മൾ അത് ചെയ്യണം. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്നാണ് ഈ ഒരു ഉപമയിലൂടെ നമ്മൾ കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കുക. അതുതന്നെയാണ് ഇന്ന് നിയമജ്ഞനോടും യേശുവും പറഞ്ഞു കൊടുത്തത്. നിയമജ്ഞൻ ചോദിച്ച ആ ചോദ്യം ഒരുപക്ഷെ വലിയ പ്രശ്നമുള്ള ഒരു ചോദ്യമല്ലായിരുന്നു. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ നിയമജ്ഞന് പൂർണ്ണമായി ബോധ്യമുണ്ടായിരുന്നു തന്നെ സംബന്ധിച്ച് അത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം താൻ എല്ലാ നിയമങ്ങളും പാലിക്കുന്നവനാണ്, നിയമങ്ങൾ പഠിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ തന്നെ ആളാക്കുവാൻ വേണ്ടിയാണ് അവൻ ആ ഒരു ചോദ്യം ചോദിക്കുക. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം?
യേശു അവനോട് ചോദിക്കുന്ന കാര്യം എന്താണ്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, നീ എന്ത് വായിക്കുന്നു? 2 ചോദ്യങ്ങൾ യേശു ചോദിക്കുകയാണ്. അതിലൂടെ യഥാർത്ഥത്തിൽ യേശു എന്തായിരിക്കും അർത്ഥമാക്കുക? നീ അതിൽ നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നിനക്കറിയാം. നീ ഒരു നിയമജ്ഞനാണ്. പക്ഷേ അതിനെ നീ എപ്രകാരമാണ് വായിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിലൊത്തിരിയേറെ വ്യത്യാസമുണ്ട്. അവിടെ നൽകപ്പെട്ടിരിക്കുന്ന ആ നിയമം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഇവ മനസ്സിലാക്കുന്നുണ്ടോ, ഇവന് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? വളരെ ആവേശപൂർവ്വം നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ പറയുന്നുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നമ്മുടെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹമായിരിക്കണം അത് എന്ന് അവൻ വളരെ വ്യക്തമായിട്ട് യേശുവിനോട് പറയുകയാണ്. നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു എന്ന് യേശു പറയുമ്പോഴും അവൻ്റെ ആ പറച്ചിലിൽ നിന്ന് യേശുവിന് മനസ്സിലാക്കുവാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അവൻ ആ നിയമത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അവനോട് ആ 2ാമത്തെ ചോദ്യം ചോദിക്കുന്നത്, നീ എന്ത് വായിക്കുന്നു? പ്രിയമുള്ളവരെ, നമ്മൾ ദിവസേന ബൈബിൾ വായിക്കുന്നവരാണ്. ഒരേ വചനഭാഗം തന്നെ പല രീതിയിൽ വായിക്കുവാൻ നമുക്ക് സാധിക്കും. പല അർത്ഥതലങ്ങളായിരിക്കും ഒരു വചനത്തിൽ നിന്ന് തന്നെ പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് ഒരു വചനത്തെ എപ്രകാരമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുക? ഇവിടെ ആ നിയമജനോട് യേശു വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നിയമത്തിൽ നീ എന്ത് കാണുന്നു, നീ എന്ത് വായിക്കുന്നു? പ്രിയമുള്ളവരെ, അതിനുശേഷം യേശു പറഞ്ഞ ആ ഒരു ഉപമ എടുക്കുകയാണെങ്കിൽ അതിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരുണയുടെ മുഖം അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അതീതമായ ഒരു മുഖമാണ്. നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത വിധത്തിലാണ് യേശു ആ ഒരു ഉപമയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണയെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഒരു വ്യക്തി അവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. ജെറുസലേം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന യേശുനാഥൻ, ഇതാ ഒരു വ്യക്തി ജെറുസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് യാത്രയാവുന്നു. ആ യാത്രാവേളയിൽ അവൻ കവർച്ചക്കാരൻ്റെ പിടിയിൽ അകപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. ഓരോ തരത്തിലും അവൻ തനിക്കൊരു സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കിടക്കുമ്പോൾ ആദ്യം അവന് കടന്നു പോകുന്നത് ഒരു പുരോഹിതനാണ്. അതുപോലെ തന്നെ ഒരു ലേവായനും അവിടെ കടന്നു വരുന്നുണ്ട്. പലരും അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നുണ്ട്, അവിടെ ഒത്തിരിയേറെ പുരോഹിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ 1000 പേരടങ്ങുന്ന 24 ഗണമായി ഈ പുരോഹിതരെ വേർതിരിച്ചിട്ടുണ്ട്. ഈ പുരോഹിതന്മാർക്ക് ഓരോ ഗണത്തിന് 2 ആഴ്ചയാണ് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ലഭിക്കുക. അപ്പോൾ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങുമ്പോൾ അവർ ഒരു കാരണവശാലും അശുദ്ധരായി മാറാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കാറുണ്ട്. കാരണം ഒരാണ്ട് മുഴുവൻ നോക്കിയിരുന്നിട്ട് 2 ആഴ്ച മാത്രമാണ് ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയം ഈ പുരോഹിതനും ലേവായനും ഒരു മൃതശരീരത്തിൽ സ്പർശിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അവർ അയോഗ്യരായിത്തീരും. പിന്നീട് അവർക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല. ഒരുപക്ഷെ ആ ഒരു ചിന്തയായിരിക്കാം ഈ സമരിയാക്കാരൻ അവിടെ അർദ്ധപ്രാണനായിട്ട് കിടന്നിട്ടും അവനെ കാണാത്തതുപോലെ അവർ കടന്നുപോയത്. വേറെ ചില വ്യക്തികൾ പറയാറുണ്ട്, ആ പുരോഹിതനും ലേവായനും ഇതിലെ സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ്. അവർക്കറിയാം ഈ വഴിയിലെ അപകടം എന്താണെന്ന്. പലപ്പോഴും യാത്രക്കാരെ പറ്റിക്കുവാൻ വേണ്ടി കൊള്ളക്കാരൻ്റെ സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ ഒരു മൃതപ്രാണനെ പോലെ അഭിനയിച്ചുകൊണ്ട് കിടക്കാറുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഒരു കാടിനുള്ളിൽ മറഞ്ഞിരിക്കും. അങ്ങനെ
ആരെങ്കിലും സഹാനുഭൂതി തോന്നി ആ വ്യക്തിയെ സഹായിക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ വ്യക്തിയെ കീഴ്പ്പെടുത്തുകയും അവനുള്ള എല്ലാം അപഹരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വഴിയുടെ ചരിത്രം അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ഒരിക്കലും അങ്ങനെ ഒരു അവസരത്തിൽ ഒരു വ്യക്തി വയ്യാതെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്തേക്ക് പോകാൻ തയ്യാറാവില്ല. കാരണം അതിൻ്റെ പുറകിൽ ഒത്തിരിയേറെ അപകട സാധ്യതയുണ്ടെന്ന് അവർക്കറിയാം. അങ്ങനെ പല ചിന്തകളായിരിക്കാം ഒരുപക്ഷെ ഈ പുരോഹിതനെയും ലേവായനെയും ആ വ്യക്തിയിൽ നിന്നും അകറ്റുന്നത്. എന്നാൽ സമരിയാക്കാരൻ ആ വ്യക്തി അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ അവനോട് അലിവ് തോന്നി, അല്ലെങ്കിൽ അനുകമ്പ തോന്നി അവൻ്റെ അടുത്തെത്തുകയാണ്. അവൻ്റെ മുറിവുകൾ കണ്ടപ്പോൾ എണ്ണയും വീഞ്ഞും ഒഴിച്ച് അതെല്ലാം കഴുകി കെട്ടിവെച്ച് തൻ്റെ കഴുതിയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തെ കൊണ്ടുപോയി പരിചരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ ഇത് ഒരു സമരിയാക്കാരനാണ് ചെയ്തത് എന്നെടുത്ത് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുക, സമരിയാക്കാരെ എപ്പോഴും യഹൂദർ ശത്രുവായിട്ടാണ് കണക്കാക്കുക. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ തൻ്റെ അയൽക്കാരനെ കുറിച്ച് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിന്റെ കൂടെയുള്ളവരോട് പകയും പ്രതികാരവും തോന്നാൻ പാടില്ല, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ പരിചരിക്കണം. അപ്പോൾ ആ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും അവർ കണക്കാക്കിയിരുന്നത് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ, തങ്ങളുടെ കൂടെ വസിച്ചിരുന്ന വിജാതിയർ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ അവർക്കൊരിക്കലും സാധിച്ചിരുന്നില്ല. അപ്പോൾ സമരിയാക്കാർ എന്ന് പറയുമ്പോൾ അവർ ശത്രുക്കളുടെ ഗണത്തിൽപ്പെട്ടവരാണ്. ഒരു തരത്തിലും അവരെ അടുപ്പിക്കുവാൻ അവർ തയ്യാറായില്ല. ജെറുസലേമിലും സമരിയായിലും രണ്ട് തരത്തിലുള്ള ഒരു ഗണമായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. അസ്രിയക്കാരൻ്റെ പിടിയിൽ നിന്ന് ഇസ്രായേൽ ജനത മോചിക്കപ്പെട്ടപ്പോൾ അവർ രണ്ടായിട്ട് വടക്കും തെക്കുമായിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വിഭജിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ സമരിയായിൽപ്പെട്ട ആളുകളാണ് അസ്രിയക്കാരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവരെ വംശശുദ്ധിക്ക് കളങ്കം വരുത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും ശത്രുത പുലർത്തിയിരുന്ന ഒരു കൂട്ടരായിരുന്നു യഹൂദർ. അവരെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഈ ശത്രുവിനെ കൂടെ കൂട്ടുക എന്നത്. എന്നാൽ അവിടെ കിടക്കുന്ന വ്യക്തി തൻ്റെ ശത്രുവാണെന്നോ മറ്റൊന്നും ചിന്തിക്കാതെ ആ സമരിയാക്കാരൻ ആ കിടക്കുന്ന വ്യക്തിക്ക് തന്നെ കൊണ്ട് ആവശ്യമുണ്ട്, തൻ്റെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്ന തിരിച്ചറിവിൽ ആ വ്യക്തിയുടെ അടുക്കിലേക്ക് ചെല്ലുകയും അവന് വേണ്ട ശുശ്രൂഷ നൽകുകയും ചെയ്യുന്നു. കഥാവ് അവസാനം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, നീയും പോയി അതുപോലെ ചെയ്യുക എന്നതാണ്. കാരണം അവനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്നുണ്ട്, ഈ മൂവരിൽ ആരാണ് യഥാർത്ഥ അയൽക്കാരനായിട്ട് നിനക്ക് തോന്നിയിട്ടുള്ളത്? അവനവിടെ ഉത്തരം പറയുന്നു, അത് ആ വ്യക്തിയെ സഹായിച്ച ആളാണ്. പ്രിയമുള്ളവരെ, അവിടെ കിടക്കുന്നവൻ എൻ്റെ ശത്രുവാണോ, എന്നെ ദ്രോഹിച്ചവനാണോ, എനിക്കെതിരെ സംസാരിച്ചവനാണോ, എൻ്റെ നാശം ആഗ്രഹിക്കുന്നവനാണോ, ഒന്നൊന്നും നോക്കാതെ നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത് ആ കിടക്കുന്ന വ്യക്തിക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടോ, എൻ്റെ സഹായം സ്വീകരിക്കേണ്ട ഒരവസ്ഥയിലൂടെയാണോ ആ കിടക്കുന്ന വ്യക്തി കടന്നു പോകുന്നത്? അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. നമ്മുടെ അയൽക്കാരൻ എന്ന് പറയുമ്പോൾ എന്നെ സഹായിക്കുന്നവൻ എന്നല്ല അർത്ഥം, എന്നെ സ്നേഹിക്കുന്നവൻ എന്നല്ല അർത്ഥം, എനിക്കെന്തെങ്കിലും ഉപകാരമുണ്ടാകുന്നവൻ എന്ന അല്ല അർത്ഥം. മറിച്ച് എൻ്റെ അയൽക്കാരൻ അത് ജാതി വർഗ ഭേദമില്ലേ എൻ്റെ സഹായം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ സ്നേഹിക്കുവാനും വേണ്ട സഹായം കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളും ദൈവത്തിൻ്റെ കരുണയുടെ വാഹകരായിട്ട് മാറുക. നമ്മുടെ ജീവിതത്തിലൂടെ ആ ദൈവത്തിൻ്റെ കരുണ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുക. ആ ഒരു ബോധ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാകുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയാം. നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവ് സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ നമ്മോടും ആഹ്വാനം ചെയ്യുന്നത്, നിന്റെ ജീവിതത്തിൽ സഹായം ചെയ്യുവാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നീ മുതലാക്കുക. അവിടെ കിടക്കുന്ന വ്യക്തിക്ക് എന്നെക്കൊണ്ട് ഒരു സഹായം ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എൻ്റെ ശത്രുവാണോ, എൻ്റെ മിത്രമാണോ,
എന്നെ എതിർക്കുന്നവനാണോ, എൻ്റെ നാശം ആഗ്രഹിക്കുന്നവനാണോ എന്നൊന്നും ചിന്തിക്കാതെ കർത്താവിൻ്റെ കരുണയുടെ വാക്കുരായി ആ വ്യക്തിക്ക് സഹായം ചെയ്തു കൊടുക്കുക. നിൻ്റെ ആ പ്രവൃത്തിയിലൂടെ നീ ഒരുവനെ മാത്രമല്ല നേടുന്നത്, അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ നിനക്ക് സാധിക്കും. ആ ഒരു ബോധ്യത്തിൽ പ്രിയമുള്ളവരെ, ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.